പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന കർത്താവിൻ്റെ ഒരു ആഗ്രഹം ശിഷ്യന്മാര് ഒന്നാമത്തെ വായനയിൽ നിറവേറ്റുന്നത് നമ്മൾ കാണും. കർത്താവെ, അങ്ങയെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം നൽകാൻ ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ആഗ്രഹവും കൽപ്പനയും അത് തന്നെയായിരുന്നു. സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അവനെ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നതിന്, അവനെ ഭരണാധികാരികൾ പിടിച്ചുകൊണ്ടുപോയതിന്, പീഡിപ്പിച്ചതിന്, കുരിശിൽ തറച്ചതിന്, അവൻ മരിച്ചതിന്, അവൻ ഉയർത്തെഴുന്നേറ്റതിന് നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. വചനം പറയുമ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങൾ പിന്നെ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വചനം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ തട്ടും: ജീവൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അവിടെ പത്രോസ്ലീഹ പറയും, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ഈ സാക്ഷ്യമായിരുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് ആ കാലത്തിനും ആ നാടിനും അവിടെയുള്ള മനുഷ്യർക്കും കൊടുത്തത്. പക്ഷെ കള്ളക്കഥകളൊക്കെ ഇങ്ങനെ പലരും പാടി നടന്നിട്ടുണ്ടായിരുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാനായിട്ട്. അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞ് നടന്നായിരുന്നു. പക്ഷേ അതൊക്കെ കള്ളക്കഥകളാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഈ മനുഷ്യരുടെ ഭയമില്ലാത്ത സാക്ഷ്യപ്പെടുത്തലുകൾ ഈ ലോകത്തിൻ്റെ മുൻപിൽ വലിയ തെളിവായിരുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്. ഒരു സംശയമില്ലാതെ, ഒരു തളർച്ചയുമില്ലാതെ, ഒരു പേടിയില്ലാതെ, ഭയം ഒട്ടുമില്ലാതെ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശരിയാണ്, അവനെ നിങ്ങൾ കൊന്നതാ, അവൻ പീഡകളിലൂടെ കടന്നുപോയതാ, അവൻ കുരിശിൽ മരിച്ചതാ, നിങ്ങളത് കണ്ടതാ, അവൻ അടക്കപ്പെട്ടതാ, നിങ്ങളുടെ ഭരണാധികാരികൾ അടക്കിയതാ, റോമായുടെ വലിയ കാവൽക്കാരെ കൊണ്ട് അവരെ കാവൽ നിർത്തിയതാ. അതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് പിടുത്തമില്ല, പക്ഷെ അത് ഞങ്ങൾക്കറിയാം. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക്, മരിച്ചടക്കപ്പെട്ടവനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആരുടെ മുൻപിലും അത് വിളിച്ചു പറയും. ആ സാക്ഷ്യം കൊണ്ടാണ് ഇന്ന് ക്രൈസ്തവ മതം ഇതുവരെ വളർന്നു നിൽക്കുന്നതിൻ്റെ കാരണം. അതെപ്പോഴാണോ പറയാനായിട്ട് നമ്മൾ മടി കാണിച്ചു തുടങ്ങിയത്, അന്ന് തുടങ്ങിയാണ് ക്രൈസ്തവ മതത്തിൻ്റെ ചൈതന്യം, അത് പറഞ്ഞിരുന്ന സത്യങ്ങൾ ഈ ലോകത്തിന് നഷ്ടപ്പെട്ടു തുടങ്ങിയത്. നമ്മൾ തളർന്നു തുടങ്ങിയത് ആ സാക്ഷ്യം കൊണ്ടാണ്. ഒഴിഞ്ഞ കല്ലറ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അന്നത്തെ മനുഷ്യരാരും സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് അവൻ്റെ ശിഷ്യന്മാർ അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരാരോപിച്ചിരുന്ന ഈ മനുഷ്യർ തെരുവീഥികളിലേക്ക് ഇറങ്ങി തങ്ങളെ ഒട്ടും പേടിക്കാതെ, തങ്ങൾ കൊന്നുകളഞ്ഞൊരു മനുഷ്യനെക്കുറിച്ച് അവനെ ദൈവം ഉയർത്തി കർത്താവും നാഥനുമാക്കി അവരോധിച്ചിരിക്കുന്നുവെന്ന് ഇങ്ങനെ തീ കത്തുന്ന വിധത്തിലുള്ള കത്തുന്ന വാക്കുകളിൽ അവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യർക്ക് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം പേര് ഈശോയിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം മുമ്പ് അവരുടെ എണ്ണം 5000-ലധികമാവുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി അവർ വിളിച്ചു പറയുമ്പോൾ അവനിലേക്ക് വരാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യർ ഇങ്ങനെ ഈ ശിഷ്യന്മാരുടെ സാക്ഷ്യത്തിൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നിയോഗമാണെന്ന് കർത്താവ് പറയുന്ന, നിങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ എനിക്ക് സാക്ഷികളായിരിക്കും, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും.
ആ സാക്ഷികളായി ജീവിക്കേണ്ടിയിരുന്നവരിപ്പോൾ എന്തുകൊണ്ടാണ് മരവിച്ചു പോയിരിക്കുന്നത് എന്നുള്ളതാ ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പോലും, മക്കളോട്, മാതാപിതാക്കളോട് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒരു കൊച്ച് അമ്മയും അപ്പനെയും ബൈബിള് പഠിപ്പിച്ചു കൊടുക്കണതേ. സ്നേഹത്തോടെ ഇരുന്ന് പഠിപ്പിക്കും, അവരിരുന്ന് കേൾക്കുന്നുണ്ടത്. അപ്പനും അമ്മയോടും മക്കളോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടൊക്കെ ഈശോയെ പറ്റി പറയാൻ നമുക്ക് മടിയാണ്. പിന്നെ ഇപ്പം എവിടെ പറയാൻ പോണേ? വേറെ എവിടെ പോയി നമ്മൾ പറയും ഈശോനെ പറ്റിയിട്ട്? സാക്ഷികളാണ്. അതിൻ്റെ തുടക്കം കുടുംബത്തിൽ നിന്നല്ലാതെ, പ്രിയപ്പെട്ടവരിൽ നിന്നല്ലാതെ നമ്മൾ എവിടെ ഈശോയെ പറ്റി പറയും? നമ്മൾ ഓപ്പണപ്പ് ആകുമ്പോൾ എവിടെയാണ് ഈശോയെക്കുറിച്ച് പറയാൻ? മടിയുണ്ട്, നാണക്കേടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴും അത് ഉറക്കെ പറയാൻ നമുക്ക് നാണക്കേടാണ്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും അവനെക്കുറിച്ച് വേറൊരാളോട് സംസാരിക്കാൻ നമുക്ക് നാണക്കേടാണ്. ഞാൻ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടും, അവരെന്നെ കളിയാക്കും എന്നൊക്കെയുള്ളതാണ് നമ്മുടെ പ്രയാസം. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ ശിഷ്യന്മാരെ നോക്കണം. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഓട്ടം മുഴുവൻ ഈ ജനങ്ങളുടെ അടുത്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും നാൾ കൊല്ലാൻ അന്വേഷിച്ചിരുന്ന ജനങ്ങളുടെ മുൻപിൽ ചെന്ന് നിന്ന് അവർ കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ അവരുടെ ആ ഒരു ബോധ്യം എന്തായിരിക്കും? ശരിയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആരും കണ്ടിട്ടില്ല, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടിട്ടുണ്ട്. ഡാനിയേൽ അച്ഛനൊക്കെ പറയണത് പോലെ, നിങ്ങൾ ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊന്നോ, ഞങ്ങളുടെ വായിൽ തിളച്ച എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോ, ഞങ്ങളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണമെങ്കിൽ കുത്തിപ്പൊട്ടിച്ചോ, സിംഹങ്ങൾക്ക് ഇരയാക്കി ഇട്ടുകൊടുക്കണമെങ്കിൽ ഇട്ടുകൊടുത്തോ, ഞങ്ങളെ ഏത് വിധത്തിൽ ഉപദ്രവിച്ചോ, പക്ഷേ ഞങ്ങൾ തളരില്ല എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ടുള്ള പ്രത്യാശയും ബോധ്യവും അവർക്ക് കൊടുക്കുന്ന വിധത്തിൽ നിങ്ങൾ സഹിക്കെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ജീവനുള്ള ഒരു ദൈവം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുള്ള സാക്ഷ്യമാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിന് സാക്ഷികളാണെന്ന് പറഞ്ഞവൻ്റെ ആഗ്രഹം അതേപടി നിവർത്തിച്ചുകൊണ്ട് ശിഷ്യന്മാർ പറയും, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ശരിക്കും സാക്ഷിയായിട്ടാണോ നമ്മുടെ ജീവിതം, അതോ വെറുതെ കാഴ്ചക്കാരായി കാണികളായിട്ടാണോ നമ്മുടെ ജീവിതം? ചലഞ്ചാണ്, നമുക്ക് സ്വീകരിച്ചേ പറ്റൂ. കാണികളായിട്ട് ജീവിക്കാനുള്ളതല്ല ക്രൈസ്തവ ജീവിതം, നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന്, ധൈര്യം തരണമേ എന്ന്, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ നാഥനെ ഇപ്പോഴും മറ്റുള്ളവരോട് പറയാതെയും പ്രഘോഷിക്കാതെയും കല്ലറയ്ക്കുള്ളിൽ തന്നെ അടക്കി നിർത്തിയിരിക്കുന്ന നമ്മുടെ അജ്ഞതയെയും നമ്മുടെ നാണക്കേടിനെയും ഒക്കെ ഓർത്ത് മനസ്തപിച്ച് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.